ഹലോ, എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ ഒരു ബോട്ടിലാട്ടാണ്. അപ്പം നമുക്കതെങ്ങനെയാണെന്ന് കാണാം. അപ്പം നമ്മളിവിടെ അതിന് വേണ്ട സാധനങ്ങൾ എടുത്തു വെച്ചിട്ടുണ്ട്. ആദ്യമായിട്ട് ഞാനൊരു ബിയറിൻ്റെ ബോട്ടിലാണ് എടുത്തിരിക്കുന്നത്. ഇങ്ങനെ റൗണ്ടിലുള്ള ഏത് ബോട്ടിൽ വേണമെങ്കിലും നിങ്ങൾക്ക് എടുക്കാം. നമ്മളിതിൻ്റെ സ്റ്റിക്കറൊന്നും കളഞ്ഞിട്ടില്ല. ഇതിൻ്റെ സ്റ്റിക്കറൊന്നും കളയണമെന്ന് നിർബന്ധമില്ല. പിന്നെ നമ്മളിവിടെ കുറച്ച് വൂളൻ ത്രെഡാണ് എടുത്തിരിക്കുന്നത്. ഇത് 2 കളർ നമ്മൾ എടുത്തിട്ടുണ്ട്. ഇത് നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഇഷ്ടപ്പെട്ട കളർ അനുസരിച്ച് എടുക്കാവുന്നതാണ്. ഞാനിവിടെ ഈ 2 കളറാണ് എടുത്തിരിക്കുന്നത്. പിന്നെ നമ്മളിവിടെ കുറച്ച് വൈറ്റ് കളർ പേളാണ് എടുത്തിരിക്കുന്നത്. ചെറിയ പേളാണ്. ട്രിമ്മർ എടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് സെല്ലോ ടേപ്പ് വേണം. പിന്നെ നമ്മളിവിടെ ഗം എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് ചെയ്യാൻ വേണ്ടി നമുക്ക് ഇത്രയും സാധനങ്ങളാണ് വേണ്ടത്. ഇനി നമുക്ക് ആവശ്യത്തിനുള്ള ത്രെഡ് ഇവിടെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിൻ്റെ ഒരറ്റത്ത് കെട്ടിട്ട് കൊടുക്കണം. ഇനി ഇതിൻ്റെ നമ്മുടെ ആ സെല്ലോ ടേപ്പിൽ നിന്ന് ഒരു കുറച്ച് ഭാഗം കട്ട് ചെയ്ത് എടുക്കുക. എന്നിട്ട് അതിനെ ഒന്ന് ത്രികോണ ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കുക. അപ്പം നമ്മൾ ഈ ഒരു ഷേപ്പിൽ സെല്ലോ ടേപ്പ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ആ കെട്ടിട്ട് കൊടുത്ത ത്രെഡിൻ്റെ മറുവശത്ത് ഇത് ഇങ്ങനെ വെച്ചൊന്ന് ഒട്ടിച്ചു കൊടുക്കുക. സെല്ലോ ടേപ്പ് ഒത്തിരി വലുപ്പത്തിൽ എടുക്കല്. നമ്മൾ ചെറിയൊരു പീസ് എടുത്ത് വെച്ചാൽ മതി. അതുപോലെ ഇത് ചുറ്റുന്ന സമയത്ത് നമ്മൾ ആ ത്രെഡിനെ ഒന്ന് കവർ ചെയ്ത് കൊടുത്തിട്ട് ബാക്കി വരുന്ന ആ പോർഷൻ ഇങ്ങനെ ഒന്ന് കട്ട് ചെയ്ത് എടുക്കുക. ഒരുപാട് വണ്ണമായിട്ട് നമ്മുടെ ഈ ചുറ്റുന്ന ഭാഗം ഇരിക്കരുത്. എന്നിട്ട് അതിൻ്റെ മുകൾ ഭാഗമൊക്കെ നന്നായിട്ടൊന്ന് ഒട്ടിച്ചു കൊടുക്കുക. എന്നിട്ട് ഇതിനെ ഒന്ന് പിരിച്ചു കൊടുക്കുക. ഒതുങ്ങിയിരിക്കാൻ വേണ്ടിയാണ് ഇങ്ങനെ പിരിച്ചു കൊടുക്കുന്നത്. അപ്പം വേണ്ട നമ്മൾ അതിനെ പിരിച്ചെടുത്തിട്ടുണ്ട്. ഇനിയും നമ്മൾ ആ നീളത്തിൽ നിൽക്കുന്ന ബലമില്ലാത്ത ഭാഗം വരുന്നിടം ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുക. ഒരുപാട് താഴ്ത്തി കട്ട് ചെയ്യരുത്. നമ്മുടെ ആ കട്ട് ചെയ്യുന്ന ഭാഗം മുതൽ ഇച്ചിരി കട്ടിക്ക് ഒരു സൂചി പോണക്ക് നിൽക്കണം. ആ ഒരു രീതിക്ക് നമ്മൾ കട്ട് ചെയ്തെടുക്കുക. എന്നിട്ട് പേളെടുക്കുക. ഇതിലെ ഇങ്ങനെ കോർത്ത് കൊടുക്കുക. അപ്പം വേണ്ട നമ്മൾ ഈ ത്രെഡിലേക്ക് ആവശ്യമുള്ള പേൾ ഇവിടെ കോർത്ത് കൊടുത്തിട്ടുണ്ട്. അതിനെ നമ്മൾ താഴോട്ട് ഇറക്കി കൊടുക്കുക. അപ്പം വേണ്ട നമ്മുടെ ആ പേളിനെ ആ ത്രെഡ് ഇട്ടെടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി നമ്മൾ അടുപ്പിച്ചടുപ്പിച്ചല്ല കോർക്കുന്നത്. നിങ്ങൾക്ക് എത്രയാണോ അകലം വേണ്ടത് അതനുസരിച്ച് ഇങ്ങനെ ഒരു മുത്ത്
ഇട്ട് അതിനോട് എത്രയാണോ അകലം വേണ്ടത് അങ്ങനെ ഗ്യാപ്പിട്ട് ആ ഫുള്ള് മൊത്തം ഇതേൽ അങ്ങനെ ഒന്ന് ആക്കി കൊടുക്കുക. അപ്പം ചെയ്യേണ്ടത് നമ്മൾ ഈ ത്രെഡിലോട്ട് ആവശ്യമായിട്ടുള്ള പേള് കോർത്തെടുത്തിട്ടുണ്ട്. നമുക്ക് ബോട്ടിലിൽ ചുറ്റാൻ ആവശ്യമായിട്ടുള്ള ത്രെഡിൽ ഫുള്ള് നമ്മളിങ്ങനെ പേള് കോർത്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അതിനെ ഒന്ന് ചുറ്റി കൊടുക്കാം. അതിനുവേണ്ടി നമ്മളിവിടെ ബോട്ടിൽ എടുത്തിട്ടുണ്ട്. ഗം എടുക്കുക. ഫസ്റ്റ് അതൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുക. എന്നിട്ട് അതിനെ ഇങ്ങനെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കുക. എന്നിട്ട് ബോട്ടിൽ ആ ത്രെഡിനെ ഇങ്ങനെ ചുറ്റി കൊടുക്കാം. അപ്പം വേണ്ട നമ്മുടെ ഈ കളർ ത്രെഡ് അതിൽ ചുറ്റി ഇങ്ങനെ എടുത്തിട്ടുണ്ട്. അതിൻ്റെ എൻഡ് വശം വരുമ്പോൾ കുറച്ച് ഗം അപ്ലൈ ചെയ്ത് അതിനെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കുക. എന്നിട്ട് അടുത്ത കളർ ത്രെഡ് നമ്മൾ എടുക്കുകയാണ്. അത് ഒന്ന് ഗം അപ്ലൈ ചെയ്തിട്ട് ഒട്ടിച്ചു കൊടുത്ത് ആ കളറിനെയും ചുറ്റിയെടുക്കാം. അപ്പം നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇതുവരെയും ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ അവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണം. ഇനിയും നമ്മുടെ ചാനലിൽ ഒരുപാട് നല്ല നല്ല വീഡിയോസ് വരാനുണ്ട്. അതൊക്കെ നിങ്ങൾക്ക് കാണണമെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടൺ അമർത്തി ഓൾ എന്നുള്ള ഓപ്ഷനും കൊടുക്കണം. അപ്പം നമ്മുടെ ഈ രണ്ട് കളർ ത്രെഡും ഇടവിട്ടാണ് ചുറ്റി കൊടുത്തുകൊണ്ടിരിക്കുന്നത്. ഈ ഒരു രീതിക്ക് നമ്മൾ ഫസ്റ്റിലെ ത്രെഡ് കട്ട് ചെയ്ത് എടുക്കുക. എത്രയാണോ നമുക്ക് ബോട്ടിൽ ചുറ്റാൻ വേണ്ടി ഈ ത്രെഡ് വേണ്ടതെന്ന് നോക്കിയിട്ട് അതിനെ കട്ട് ചെയ്തെടുത്തിട്ട് പേളിനെ ഓരോ കളറിലും കോർത്ത് കൊടുക്കുക. ഇനി ഈ ബോട്ടിലിൻ്റെ ഏറ്റവും താഴ്ഭാഗം വരുമ്പോൾ നമ്മൾ ഗം അപ്ലൈ ചെയ്ത് വേണം ഒട്ടിച്ച് കൊടുക്കാൻ. അല്ല ഈ ത്രെഡ് ഊർന്നൂർന്നിങ്ങി പോരും. അതുകൊണ്ട് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഗം അപ്ലൈ ചെയ്ത് കൊടുത്ത് താഴ്ഭാഗത്തോട്ട് ഒട്ടിച്ച് കൊടുക്കുക.
അപ്പം വേണ്ടേ നമ്മൾ ബോട്ടിൽ ഫുള്ള് ത്രെഡ് ചുറ്റിയെടുത്തിട്ടുണ്ട്. ഇടയ്ക്കിടയ്ക്ക് ഈ ഗ്യാപ്പ് വരുന്നത് നമ്മുടെ ആ പേളുള്ളത് കൊണ്ടാണ്. അപ്പോൾ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന ഒരു ബോട്ടിലാട്ടാണ്. എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കുക.